ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരവേ നമ. ജൂൺ 30 മുതൽ ജൂലൈ 6 വരെ, അതായത് മലയാള മാസം 1199 ആണ്ട്, മിഥുനം 16 മുതൽ 22 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് രവിയും ശുക്രനും സുഖസ്ഥാനത്ത് ബുധനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പനി, ജ്വരം തുടങ്ങിയ അസുഖങ്ങളെ കരുതിയിരിക്കുക. ദാമ്പത്യ സുഖം കുറയും. വിദ്യാഭ്യാസപരമായ ഉന്നതി പ്രതീക്ഷിക്കാം. ധനസ്ഥിതി അനുകൂലമായിരിക്കും, പക്ഷേ അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകും. അനുഭവ ഗുണം വർദ്ധിക്കും. സ്ഥാനപ്രാപ്തിയും വാഹന ശയനസുഖവും ഉണ്ടാകും. വേണ്ടാത്ത സംഗതികളിൽ ഇടപെടാതിരിക്കുക. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായി ദുർഗാപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് ആദിത്യനും ശുക്രനും സഹോദരസ്ഥാനത്ത് ബുധനും കർമ്മസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. ജന്മവ്യാഴവും കണ്ടകശനിയും നടക്കുന്ന സമയമായതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. നന്നായി ആലോചിക്കാതെ ഒരു പ്രവൃത്തിയിലും ഏർപ്പെടരുത്. പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നയനരോഗത്തിന് സാധ്യത കാണുന്നു. കലഹങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. തൊഴിൽ രംഗത്ത് അസ്ഥിരതയ്ക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും ശുക്രനും ധനസ്ഥാനത്ത് ബുധനും ഭാഗ്യസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ഗവൺമെന്റിൽ നിന്ന് സാമ്പത്തിക ആനുകൂല്യത്തിന് സാധ്യത കാണുന്നുണ്ട്. ദേഹസുഖം കുറയും. കോപം നിയന്ത്രിക്കണം. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്കും ഐശ്വര്യത്തിനും സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾക്ക് സാധ്യത. പിതാവിനോ പിതൃതുല്യർക്കോ രോഗാരിഷ്ടതകൾ ഉണ്ടായേക്കാം. ഭൂമിലാഭം, അധികാരസ്ഥാനപ്രാപ്തി എന്നിവയ്ക്ക് യോഗം കാണുന്നു. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശിവപ്രീതി, വിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും അഷ്ടമത്തിൽ ശനിയും കർമ്മത്തിൽ കുജനും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് രവിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗാരിഷ്ടതകൾ വർദ്ധിക്കും. സ്വജനവിരോധമുണ്ടാകും. അധിക വരുമാനത്തിന് സാധ്യത കാണുന്നു. നാൽക്കാലിനാശത്തിനുള്ള യോഗമുണ്ട്. കർമ്മ തടസ്സത്തിന് സാധ്യത. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശിവഭജനവും സുബ്രഹ്മണ്യ ഭജനവും നടത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് സപ്തമത്തിൽ ശനിയും ഭാഗ്യസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് രവിയും ശുക്രനും വ്യയസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. കണ്ടകശനി ദോഷത്തിൻ്റെ തീവ്രത കുറയും. ശത്രുഭയം ഉണ്ടാകും. കാര്യതടസ്സം പ്രതീക്ഷിക്കാം. ബന്ധുസമാഗമം, സന്തോഷം, സുഖാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. അർത്ഥനാശത്തിനും അനാരോഗ്യത്തിനുമുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. പക്ഷേ മേലധികാരികളുടെ സഹകരണത്താൽ അവയൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. ദോഷഫലങ്ങൾ അകറ്റാൻ ശനിപ്രീതിയും മഹാവിഷ്ണു പ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് സൂര്യനും ശുക്രനും ലാഭസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖാനുഭവങ്ങളും മൃഷ്ടാന്ന ലാഭവും പ്രതീക്ഷിക്കാം. മുറിവ്, വീഴ്ച, പൊള്ളൽ എന്നിവ വരാതെ സൂക്ഷിക്കുക. രോഗവർദ്ധനവിന് സാധ്യതയുണ്ട്. ജ്വരം, ശത്രുശല്യം എന്നിവ ഉണ്ടായേക്കാം. ഭാഗ്യപുഷ്ടിയും ധനലാഭവും ഉണ്ടാകും. കർമ്മപുരോഗതി പ്രതീക്ഷിക്കാം. കാര്യലാഭവും അഭിവൃദ്ധിയും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ദോഷഫലങ്ങൾ അകറ്റാൻ സുബ്രഹ്മണ്യ പ്രീതിയും ഗണപതി പ്രീതിയും വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും
സപ്തമത്തിൽ കുജനും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും ശുക്രനും കർമ്മസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് അരിഷ്ടതയ്ക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം കുറയും. കണ്ണിനും വയറിനും അസുഖത്തിന് സാധ്യതയുണ്ട്. മനോദുഃഖം, യാത്രാക്ലേശം എന്നിവ ഉണ്ടായേക്കാം. ധർമ്മബോധം ഉണരും. ധനലാഭം പ്രതീക്ഷിക്കാം. ശത്രുനാശം ഉണ്ടാവും. ദോഷപരിഹാരാർത്ഥം ശിവഭജനവും മഹാവിഷ്ണു ഭജനവും നടത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് കുജനും സപ്തമത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ രവിയും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. കലഹസ്വഭാവവും സുഖാനുഭവഹാനിയും ഉണ്ടാകും. ശത്രുക്കൾക്ക് മേൽ ജയം, സ്വർണലാഭം, ധനവർദ്ധനവ് എന്നിവയ്ക്ക് യോഗം കാണുന്നു. പുത്രലാഭത്തിന് സാധ്യതയുണ്ട്. ഭയം, സ്ത്രീകൾ നിമിത്തം ദുഃഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ഗൃഹോപകരണ ലാഭം, വാഹന ഗുണം എന്നിവ പ്രതീക്ഷിക്കാം. കാര്യവിഘ്നം, വാതരോഗം എന്നിവ അലട്ടാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് സൂര്യനും ശുക്രനും അഷ്ടമത്തിൽ ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ഇവർക്ക് സഹോദരന്മാർക്ക് അരിഷ്ടത, സ്ഥാനചലനം, വിദ്യാതടസ്സം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ശത്രുശല്യം, അനുചിതമായ ചിന്തകൾ എന്നിവ അലട്ടാം. ആരോഗ്യം ശ്രദ്ധിക്കണം. അനുഭവഗുണം കുറയാം. സമ്മാനലാഭം, മൃഷ്ടാന്നലാഭം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. മുറിവ്, ചതവ് എന്നിവ വരാതെ സൂക്ഷിക്കണം. ജലാർജിത ജലോത്ഭവ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ധനലാഭത്തിന് സാധ്യത കാണുന്നു. ഗൃഹോപകരണങ്ങൾ വാങ്ങുകയും അലങ്കാരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശാസ്താപ്രീതി, ശിവപ്രീതി, വിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം അവസാനത്തെ പാദം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും സുഖസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് സൂര്യനും ശുക്രനും സപ്തമത്തിൽ ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്വജനങ്ങളുടെ വിയോഗവും അന്യദേശ യാത്രകളും വിഷഭയവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമിത സാഹസത്തിന് ഒരുമ്പെട്ട് ആപത്ത് വിളിച്ചു വരുത്തരുത്. സുഖഹാനി ഉണ്ടാകും. സ്ഥാനഭ്രംശത്തിനും ദുർജന സഹവാസത്തിനും സാധ്യത കാണുന്നു. അവിവാഹിതർക്ക് വിവാഹം നടന്നേക്കാം. സന്താനാർത്ഥികൾക്ക് സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഒറ്റപ്പെടലുകളും മനോവിഷമങ്ങളും അലട്ടാം. ശത്രുക്കൾക്ക് മേൽ വിജയം നേടും. ധനലാഭത്തിന് സാധ്യതയുണ്ട്. ദോഷഫലങ്ങൾ അകറ്റാൻ ദേവീപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും മഹാവിഷ്ണുപ്രീതിയും വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സഹോദരസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ആദിത്യനും ശുക്രനും ശത്രുസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാര്യാപുത്രാദികൾക്ക് രോഗം, അലച്ചിൽ, കാര്യതടസ്സം എന്നിവ ഉണ്ടായേക്കാം. ശത്രുനാശവും സ്വർണ്ണാഭരണ ലാഭവും സന്തോഷവും ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. മനസുഖം കുറയും. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരുട്ടാതി അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്ത് കുജനും സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് രവിയും ശുക്രനും പുത്രസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുവർദ്ധന, മനോദുഃഖങ്ങൾ, ബന്ധുജനങ്ങൾക്ക് ആപത്ത് എന്നിവയുണ്ടായേക്കാം. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാതെ സൂക്ഷിക്കുക. സ്ഥാനഭ്രംശവും രോഗവർദ്ധനവും ഉണ്ടാകാം. ദാമ്പത്യസുഖം കുറയും. സന്താനഗുണം ഉണ്ടാകും. വാഹന ശയനസുഖം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, വിഷ്ണുപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.